ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ഇഗ്നോ എക്സാം ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ആണ്, ഇത് മാറാൻ ചാൻസ് ഉണ്ട്. എന്നാലും സ്റ്റാർട്ടിംഗ് ഡേറ്റായ ഡിസംബർ 2 അതുപോലെ തന്നെ എൻഡ് ഡേറ്റായ ജാനുവരി 9 മാറാറില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള സബ്ജക്റ്റുകളുടെ എക്സാം ഡേറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങൾ മാത്രമേ വരാറുള്ളൂ. നമ്മളുടെ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒക്ടോബർ 15 ഇത് ഷുവറായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യും. അതിനു മുമ്പായിട്ട് ഈ എക്സാം സെൻറ്റർ അതുപോലെ തന്നെ റീജിയണൽ സെൻറ്റർ, സ്റ്റഡി സെൻറ്റർ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും പലർക്കും അറിയില്ല. നമ്മുടെ കേരളത്തിൽ 3 റീജിയണൽ സെൻറ്ററാണ് ഇഗ്നോയ്ക്കുള്ളത്. അതായത് കൊച്ചിൻ, ട്രിവാൻഡ്രം അതുപോലെ തന്നെ നമ്മളുടെ വടകര. ഇതിൻ്റെ കീഴിലായിട്ട് ഒരുപാട് കോളേജുകളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ആ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളുടെ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ ആ ഒരു സ്റ്റഡി സെൻറ്ററിൽ നിന്നാണ് ലഭിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വാല്യുവേഷൻ നടക്കുന്നതും നമ്മളുടെ കോർഡിനേറ്റർ എന്ന് പറയുന്നവർ ഉണ്ടാകുന്നത് ആ ഒരു സ്റ്റഡി സെൻറ്ററിലാണ്. ആ സ്റ്റഡി സെൻറ്ററിലുള്ളവരാണ് നമ്മളുടെ അസൈൻമെൻറ്റ് എപ്പോൾ വാങ്ങണം, എപ്പോൾ നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ നടത്തണം, നമ്മളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ എപ്പോൾ നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇനി എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ അടുത്തായിട്ട് എവിടെയാണോ എക്സാം എഴുതാൻ അവർ തന്നിട്ടുള്ള ലിസ്റ്റിലുള്ള കോളേജുകളുള്ളത് അവിടെ പോയിട്ട് നമുക്ക് എക്സാം എഴുതാം. അതിനുവേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോളേജുകളാണ് നമ്മളുടെ എക്സാം സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എക്സാം ഫോമിൻ്റെ ഏറ്റവും ഭാഗത്തേക്ക് വരിക. അവിടെ ക്ലിക്ക് ഹിയർ ടു വ്യൂ ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റർ എന്ന് കാണാം. ഇത് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റാണ്. അതായത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം, പക്ഷേ അവിടെ തന്നെ നമുക്ക് എക്സാം സീറ്റ് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മളുടെ റീജിയണൽ സെൻറ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് 3 റീജിയണൽ സെൻറ്റേഴ്സാണുള്ളത്: വടകര, കൊച്ചിൻ അതുപോലെ തന്നെ ട്രിവാൻഡ്രം. ഇതിൽ ഏതാണോ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വടകര സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് കാണാം എൻ്റർ സിറ്റി ഓർ സ്റ്റേറ്റ് എന്ന് കാണാം. അവിടെ നമുക്ക് കേരള എന്ന് എഴുതാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ വടകര RCയുടെ കീഴിലുള്ള എക്സാം സെൻറ്റേഴ്സിൻ്റെ പേരുകളൊക്കെ വരും. ഈ ഒരു വടകര RCയുടെ കീഴിൽ നമുക്ക് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലുള്ള ആൾക്കാരാണ് ഇവിടെ എക്സാം സെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മളുടെ അടുത്തുള്ള കോളേജുകൾ ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ആദ്യമായിട്ട് എക്സാം സിറ്റി കാണാം. നമുക്ക് വെള്ളമുടിക്കുന്ന്, കണ്ണൂർ, തിരൂരങ്ങാടി, മാനന്തവാടി, വടകര, ചേലന്നൂർ, നിലമ്പൂർ, ഇരിട്ടി, മുട്ടന്നൂർ, ആലക്കോട്, കാനങ്ങാട്, പെരിയാരം, മലപ്പുറം, കുണ്ടൂർ, കൂത്തുപറമ്പ. ഇങ്ങനെ നമുക്ക് നമ്മളുടെ എക്സാം സെൻറ്റർ, നിയറസ്റ്റ് എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ എക്സാം സെൻറ്റർ ഉറപ്പിക്കാവുന്നതാണ്. ഈ സെലക്ട് ചെയ്ത സ്ഥലം തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ എക്സാം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് അല്ലെങ്കിൽ ലേറ്റ് ആകുന്നതിന് നമ്മൾ വിചാരിച്ച സ്ഥലത്ത്, നമ്മളുടെ നിയറസ്റ്റ് സ്ഥലത്ത് നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് നെക്സ്റ്റ് ട്രിവാൻഡ്രം RC നോക്കാം. ട്രിവാൻഡ്രം RCയിൽ വരുന്നത് ഏതൊക്കെ കോളേജുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ് സെലക്ട് റീജിയൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ട്രിവാൻഡ്രം എന്ന് കൊടുക്കാം. ഇവിടെ ഡിസ്ട്രിക്റ്റ് മെയിനായിട്ട് വരുന്നത് പത്തനംതിട്ട, ട്രിവാൻഡ്രം അതുപോലെ തന്നെ കൊല്ലമാണ്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് കോളേജസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ എത്രയും പെട്ടെന്ന് അവരുടെ സീറ്റ് ഉറപ്പാക്കേണ്ടതാണ്. നമുക്ക് കൊച്ചിൻ റീജിയണൽ സെൻറ്ററിൽ വരുന്ന കോളേജസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സെലക്ട് റീജിയൻ എന്നുള്ള സ്ഥലത്ത് കൊച്ചിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊച്ചിൻ റീജിയണൽ സെൻറ്ററിൻ്റെ താഴെയായിട്ട് വരുന്ന കുറച്ച് കോളേജസുകളുണ്ട്. കല്ലൂർ, തേവര, തൃശ്ശൂർ, തൊടുപുഴ, മൂവാറ്റുപുഴ, പാലക്കാട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. പാലക്കാട്, ഇടുക്കി, എറണാകുളം അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിൽ വരുന്ന സ്റ്റുഡൻസിനാണ് ഇവിടെ സാധാരണയായിട്ട് അലോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് 3 റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്ന സ്റ്റഡി സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്